നമസ്കാരം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ത്യയിൽ. മുംബൈയിലെ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും സംസ്ഥാന ഗവർണറും ചേർന്ന് സ്വീകരിച്ചു. നാളെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ചക്രവാത ചുഴി. 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. ഇത് കിഴക്കൻ തെക്കുകിഴക്കൻ ദിശയിൽ അറബിക്കടലിന്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി പ്രദേശത്തും അതിനോട് ചേർന്ന ഭാഗങ്ങളിലും 1.5 കിലോമീറ്റർ ഉയരത്തിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒക്ടോബർ 10ഓടെ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യത. ഇതേ തുടർന്നാണ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനും ഇടിമിന്നലിനോടൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു. ശബരിമല സ്വർണ്ണമോഷണം. പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്ത്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി. തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ തേടുന്നതിനായിട്ടാണ് ദേവസ്വം ആസ്ഥാനത്ത് സംഘം എത്തിയത്. ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളുടെയും കട്ടിലയുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നിർണായക ഫയലുകൾ ദേവസ്വം ഓഫീസിൽ നിന്ന് ശേഖരിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 2 CIമാരാണ് ഇന്ന് വൈകിട്ടോടുകൂടി ദേവസ്വം ആസ്ഥാനത്തെത്തി പരിശോധന നടത്തിയത്. സഭയിൽ ബോഡി ഷെയ്മിംഗ്. പ്രതിപക്ഷ MLA അധിക്ഷേപിച്ച മുഖ്യമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷ അംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. അംഗത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു പരിഹാസം. പ്രതിപക്ഷ അംഗത്തെ കളിയാക്കാനായി 8 അട്ടിവെച്ച പോലെ ഒരാൾ എന്ന പ്രയോഗമാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇതിനോടകം രംഗത്തെത്തിയത്. ഭൂട്ടാൻ വാഹനക്കടത്ത്. ദുൽഖർ സൽമാന്റെ വീട്ടിൽ ED റെയ്ഡ്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ കുരുക്കുമുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിലടക്കം 17 ഇടങ്ങളിൽ പരിശോധന. ദുൽഖറിന്റെ 3 വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന. ED കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് നടന്മാരുടെ വീട്ടിലെത്തിയത്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസും നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. അഞ്ചലിൽ സ്കൂൾ ബസ് മറിഞ്ഞു, കുട്ടികൾക്ക് പരിക്ക്. അഞ്ചൽ അസുരമംഗലം പള്ളിക്കുന്നിൻപുറം റോഡിലാണ് സ്കൂൾ ബസ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെ നിസ്സാര പരിക്കുകളോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ചൽ ചൂരക്കുളത്ത് പ്രവർത്തിക്കുന്ന ആനന്ദ് ഭവൻ സെന്റർ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ വശത്തിട്ടിരുന്ന വലിയ മരക്കുറ്റിയിൽ തട്ടി ബസ് മറിയുകയായിരുന്നു. കൊച്ചിയിൽ തോക്കു ചൂണ്ടി വൻ കവർച്ച, ഒരാൾ പിടിയിൽ. കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും 80 ലക്ഷം രൂപ കവർന്നു. മുഖംമൂടി ധരിച്ച 5 സംഘമാണ് കവർച്ച നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് സംഘം കവർച്ച നടത്തിയത്. ഉച്ചയ്ക്ക് 3:30ഓടെയായിരുന്നു സംഭവം. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. സ്കൂട്ടറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചു, 3 വയസ്സുകാരന് ദാരുണാന്ത്യം. കോഴിക്കോട് മുക്കത്ത് വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ മരിച്ചു. സ്കൂട്ടറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. മലപ്പുറം കീഴുപറമ്പ് സ്വദേശി ജസിന്റെ മകൻ മുഹമ്മദ് ഹിബാനാണ് മരിച്ചത്. മുക്കം നോർത്ത് കാരശ്ശേരിയിൽ ഇന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്കൂട്ടറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ചതോടെ സ്കൂട്ടർ റോഡിലേക്ക് മറിഞ്ഞു. സ്കൂട്ടറിലുണ്ടായിരുന്ന 3 വയസ്സുകാരൻ തെറിച്ചു വീഴുകയും ബസ് ഇടിച്ചു കയറുകയുമായിരുന്നു. മകളുടെ മരണകാരണം മസ്തിഷ്ക ജ്വരമല്ലെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം സനൂപ് അസ്വസ്ഥനായിരുന്നു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതി സനൂപിന്റെ ഭാര്യ. കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന് ഒരു ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നും അതിനുശേഷം സനൂപ് അസ്വസ്ഥനായിരുന്നുവെന്നും ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതേപ്പറ്റി സൂപ്രണ്ടിനോട് ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. നേരത്തെ റഫർ ചെയ്തിരുന്നുവെങ്കിൽ മകളുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നും സനൂപിന്റെ ഭാര്യ പറഞ്ഞു. ഇന്ന് വൈകിട്ടായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ ആക്രമണം നടന്നത്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരി അനയുടെ പിതാവാണ് ആക്രമണം നടത്തിയ അനൂപ്. നവി മുംബൈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടമാണ്
പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഡിസംബർ പകുതിയോടെ സർവീസുകൾ തുടങ്ങും. കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും ഇവിടെ നിന്ന് യാത്ര ചെയ്യാം. എയർ ഇന്ത്യ, ആകാശ എന്നിവയാണ് ആദ്യം സർവീസ് തുടങ്ങുന്നത്. ഉൾവേ പൻവേൽ മേഖലയിൽ 2866 ഏക്കറിലായാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സമാന്തരമായി 2 റൺവേകളും 4 ടെർമിനലുകളുമാണ് ഉള്ളത്.